ഹായ് ഓൾ, ഇന്നൊരു പുതിയ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് പൊസിഷൻസ് ഇൻ CSS. ഏതെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് എപ്പോഴും ലെഫ്റ്റ് മോസ്റ്റിൽ മാത്രമായിരിക്കില്ല വരുന്നത്. ചിലപ്പോൾ റൈറ്റിൽ വേണ്ടി വരും, ചിലപ്പോൾ അതിന്റെ സൈസ് കുറയേണ്ടി വരും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. അതിലൊന്നാണ് പൊസിഷൻസ്. എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ തോന്നിയ ഒരു ടോപ്പിക്കാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് div ടാഗ്. ഈ ഓരോ പൊസിഷൻസിന്റെയും ബേസിൽ ഞാൻ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ട് ആണ്. ആ ക്ലാസ് നെയിം വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഓരോ പൊസിഷൻസിന്റെ പേര് ഞാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തതാണ്. ക്ലാസിന്റെ പേരിന്റെ ഇപ്പുറത്തുണ്ട് ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എലമെന്റ് ക്ലാസ് ഈക്വൽ ടു റിലേറ്റീവ്. നിങ്ങൾ ക്ലാസ് നെയിമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് പേരാണോ ക്ലാസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കുന്നത് അതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് ഡോട്ട് ഇട്ടാൽ മതി. ഇത് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഈ VS കോഡിൽ നമ്മൾ ഡോട്ട് ഇട്ടിട്ട് ഏതാണോ ക്ലാസിന്റെ നെയിമിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ div ടാഗ് വിത്ത് ദാറ്റ് ക്ലാസ് നെയിം വരും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് പൊസിഷൻ ആണ് സ്റ്റാറ്റിക്. അത് ഞാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോട്ട് സ്റ്റാറ്റിക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ, div ക്ലാസ് ഈക്വൽ ടു സ്റ്റാറ്റിക് എന്ന് പറയും. അത് ഡിവിനാട്ടോ ഡീഫോൾട്ട്. നിങ്ങൾ വേറെ ടാഗിനാണ്, ഇപ്പോൾ പി ടാഗിനാണ് നിങ്ങൾ ആ ക്ലാസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പി ഡോട്ട് സ്റ്റാറ്റിക്. അപ്പോൾ പി ടാഗിനകത്ത് പേര് തെറ്റിപ്പോയി സ്റ്റാറ്റിക് എന്ന്. സ്റ്റാറ്റിക്കിനകത്ത് ഞാൻ കണ്ടന്റ് കൊടുക്കുകയാണ് ദിസ് ഈസ് സ്റ്റാറ്റിക്. ഓക്കെ, ഇനി നമുക്ക് ലൈവ് സെർവർ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് റൺ ചെയ്യാം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. പോർട്ട് 55 കണ്ടോ, ദിസ് ഈസ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് ഒരു കാര്യം വന്നു. എന്ത് പ്രത്യേകതയുള്ള ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഞാൻ ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടോണ്ട് അത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ക്ലാസ്സിൽ ഇത് മാത്രമല്ല കൊടുത്തത്. കാണിച്ചു തരാം. കണ്ടോ, ടോപ്പിൽ നിന്ന് 100 പിക്സൽ താഴോട്ട് വരണം, ലെഫ്റ്റിൽ നിന്ന് 100 പിക്സൽ ലെഫ്റ്റ് സൈഡിലോട്ട് വരണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിവിടെ എഫക്റ്റ് ആയില്ല. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഹോവർ ചെയ്തപ്പോൾ പൊസിഷൻ സ്റ്റാറ്റിക് പ്രോപ്പർട്ടി പ്രിവെന്റ്സ് ടോപ്പ് ഹാവിങ് ആൻ എഫക്ട്. സ്റ്റാറ്റിക് എന്നുള്ള പ്രോപ്പർട്ടിയിൽ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം എന്നീ പൊസിഷനുകൾ, എന്നീ ആട്രിബ്യൂട്ടുകൾ, എന്നീ പ്രോപ്പർട്ടികൾ വർക്കാവില്ല. ബൈ ഡിഫോൾട്ട് HTML എല്ലാ ടാഗുകളും ഹാവിങ് സ്റ്റാറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റും റൈറ്റും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള അടുത്ത പൊസിഷനാണ് റിലേറ്റീവ്. ഡോട്ട് റിലേറ്റീവ്. ഞാൻ ഈ പൊസിഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. അതെവിടെ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ല, സോറി. അത് ഞാൻ ഇവിടെ ക്ലാസ്സിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, പൊസിഷൻ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ റിലേറ്റീവ് എന്ന് പറഞ്ഞു കൊടുത്തു. പ്രോപ്പർട്ടിയാണ് പൊസിഷൻ, അതിന്റെ വാല്യൂ ആണ് റിലേറ്റീവ്. റിലേറ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിക്, അടുത്തത് റിലേറ്റീവ്. പൊസിഷൻ സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിലും വർക്കാവും. കണ്ടോ, അല്ലെങ്കിലും വർക്കാവും. ഇനി അടുത്ത പൊസിഷനാണ് റിലേറ്റീവ്. ഞാൻ കണ്ടന്റ് ഒന്നും കൊടുത്തില്ല, പക്ഷെ ഞാൻ വിഡ്ത്ത് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പൊ വിഡ്ത്ത് സെറ്റ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റിന്റെ അത്രയുമുള്ള വിഡ്ത്തായിരിക്കും എടുക്കുക. ദിസ് ഈസ് റിലേറ്റീവ് ഞാൻ വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് റിലേറ്റീവ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിന്റെ പ്രത്യേകതയും കൂടെ പറയാം. നമുക്ക് ആ ഒരു സ്റ്റൈൽ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ഇൻസ്പെക്ട് ചെയ്തിട്ട് ആ എലിമെന്റ് എടുത്താൽ മതി. പൊസിഷൻ റിലേറ്റീവ് എന്ന് പറഞ്ഞു കൊടുത്തു. ലെഫ്റ്റിൽ നിന്ന് 20 പിക്സൽ എന്ന് പറഞ്ഞു കൊടുത്തു. കണ്ടോ, ഇതാണ് ലെഫ്റ്റ് മോസ്റ്റ്. അവിടുന്ന് 20 പിക്സൽ വരുന്നു. വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 500 പിക്സൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് ഒരു 200 പിക്സൽ. നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇത് ടിക്ക് മാറ്റുമ്പോൾ ലെഫ്റ്റ് 0 വന്നു ഡീഫോൾട്ട്. ഞാൻ ഈ പൊസിഷൻ റിലേറ്റീവ് എന്നുള്ള മാറ്റിയപ്പോൾ ഇത് എന്തായി? സ്റ്റാറ്റിക് ആയി. ഇവിടെ നിങ്ങൾക്ക് ഓരോന്ന് അൺടിക്ക് ചെയ്യാം, കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാം, അത് കണക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ ഇത് നമ്മുടെ കോഡിൽ എഫക്റ്റ് ആകത്തില്ല. പേജ് റിഫ്രഷ് ആകുമ്പോൾ പഴയപടി തന്നെ ആവും. ഇതാണ് റിലേറ്റീവ്. റിലേറ്റീവ് പൊസിഷന്റെ പ്രത്യേകത എന്താണ്? സ്റ്റാറ്റിക് പോലെ തന്നെ, പക്ഷെ നമ്മൾ ഏത് ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം എന്നീ പ്രോപ്പർട്ടികൾ വർക്കാവും.
അതാണ് റിലേറ്റീവ് എന്ന് പറഞ്ഞ പൊസിഷന്റെ പ്രത്യേകത. അടുത്തതാണ് എന്ത്? അടുത്ത പൊസിഷനാണ് അബ്സല്യൂട്ട്. അബ്സല്യൂട്ട് വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത്രയും പൊസിഷൻസ് ഉള്ളതുകൊണ്ട്. ഞാൻ ദിസ് ഈസ് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇപ്പൊ കണ്ടോ, ഇതേ സൈഡിൽ തന്നെ വന്നു. അത് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തു. ലെഫ്റ്റിൽ നിന്ന് 30 പിക്സൽ ബോർഡറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റിൽ നിന്ന് 30 പിക്സൽ എന്നുള്ളതാണ് വർക്കായിട്ടുള്ളത്. ആ ബോർഡർ ആ ടെക്സ്റ്റിന്റെ അത്രയും വരെ വന്നിട്ടുണ്ട്. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പൊസിഷൻ അബ്സല്യൂട്ട് ആണ് കൊടുത്തത്, ലെഫ്റ്റ് 30 പിക്സൽ ആണ് കൊടുത്തത്. പക്ഷെ എന്താണ് പ്രത്യേകത? ഇതേപോലെ തന്നെയാണോ, റിലേറ്റീവ് പോലെ തന്നെയാണോ വന്ന്? ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് റിലേറ്റീവിനകത്ത് കൊടുത്തു. ഇനി നോക്കൂ, ഇപ്പൊ എന്താ സംഭവിച്ചത്? നേരത്തെ ഇതിന്റെ സെയിം ലൈൻ തന്നെ വന്നു. ഇപ്പൊ എന്താ ഇങ്ങനെ വന്നേ? റിലേറ്റീവ്, അതായത് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ പൊസിഷൻ അതിന്റെ പാരന്റിൽ, അതിന്റെ സൈസിങ്, അതായത് ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ് എന്നീ കൊടുക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ പാരന്റ്. നേരത്തെ ഈ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ പൊസിഷന്റെ പാരന്റ് ബോഡി ടാഗ് ഇറ്റ്സെൽഫ് ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ വന്നു. ഇപ്പൊ ഇതിന്റെ പാരന്റ് ആണാണ് ഈ ഒരു പച്ച കളറിലുള്ള റിലേറ്റീവ് എന്ന് പേര് കൊടുത്ത div1. അപ്പോൾ അവിടെ നിന്നും ലെഫ്റ്റ് മോസ്റ്റിലായിരിക്കും പോകുന്നത്. അതാണ് റിലേറ്റീവും അബ്സല്യൂട്ടും വ്യത്യാസം. ഇനി ഇത് രണ്ടും ആട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ടാഗുകളിലൊന്ന് എനിക്ക് കൺഫ്യൂഷൻ വന്നതുകൊണ്ട്. ഇപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അബ്സല്യൂട്ട് എന്ന പൊസിഷൻ അതിന്റെ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം എന്നുള്ള പിക്സൽ അതിന്റെ സൈസിങ് എടുക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ, അതായത് അവരുടെ പാരന്റ് ആരാണോ അവിടെ നിന്നായിരിക്കും എടുക്കുന്നത്. ഇനി അടുത്ത പൊസിഷനാണ് ഫിക്സ്ഡ്. ഫിക്സ്ഡും അടുത്തതായിട്ടുള്ള സ്റ്റിക്കി നമ്മൾ ഏറ്റവും കൂടുതൽ വെബ് ഡെവലപ്മെന്റിൽ യൂസ് ചെയ്യുന്നതാണ്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഫിക്സ്ഡ് ഇതിന്റെ എല്ലാ ക്ലാസ്സിനും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതേ രീതിയിൽ വരുന്നത്. ദിസ് ഈസ് ഫിക്സ്ഡ്, ദിസ് ഈസ് ഫിക്സ്ഡ് എന്ന് ഞാൻ കൊടുത്തു. കണ്ടോ, ഇതിന്റെ പൊസിഷൻ ഞാൻ ടോപ്പ് ഈക്വൽ ടു 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത അറിയേണ്ട എപ്പോഴാണെന്നറിയോ? ഞാൻ താഴെ ഒരു ലോങ് ടെസ്റ്റ് കൊടുക്കുമെന്ന് വെച്ചു. ഡിബിനകത്ത്, വേറൊരു ഡിബിനകത്ത്, പി ടാഗിനകത്ത് ഞാൻ ലോറം എന്ന് പറഞ്ഞ് 2-3 വട്ടം കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഇതൊരു ലോങ് ടെസ്റ്റ് ആണ് വന്നത്. ഞാൻ അത് സ്ക്രോൾ ചെയ്തു. എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല. അതാണ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞ പൊസിഷന്റെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് സ്റ്റിക്കി എന്ന് പറഞ്ഞ പൊസിഷനും. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതിനായിട്ട് ഞാൻ ഈ ഫിക്സ്ഡ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഞാൻ കമന്റ് ചെയ്യുകയാണ്. ഇനി എന്നിട്ട് സ്റ്റിക്കി എന്ന് പറഞ്ഞ പൊസിഷൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റിക്കി ഇതന്നെ, അതൊന്ന് സ്പെല്ലിംഗ് കൊടുത്തത്. ദിസ് ഈസ് സ്റ്റിക്കി. ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ 3-4 വട്ടം കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ 3-4 വട്ടം കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് കുറച്ചുകൂടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഇവിടെ വന്നു. ഇത് കണ്ടോ, ഇത് ടോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ മാറത്തില്ല. അതാണ് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞ് വിചാരിക്കുന്നു. സ്റ്റിക്കി എന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് ചില വെബ്സൈറ്റിനകത്ത് കാണുമായിരിക്കും, ആദ്യം ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഈ ഒരു പൊസിഷനിലോ വല്ലോ ആയിരിക്കും. സ്ക്രോൾ ചെയ്ത് മുകളിൽ എത്തുമ്പോഴോ ഇങ്ങനെ വരും. ഇത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു പൊസിഷനാണ്. കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. അതായത് നാവിഗേഷൻ ബാറൊക്കെ നമ്മളൊരു മിഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ നാവിഗേഷൻ ബാർ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് പൊസിഷൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.